ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. എന്തോ ഒരു ശൂന്യത, ഒരു ഉത്സാഹവും തോന്നുന്നില്ല. പ്രകാശേട്ടൻ പോയതിൻ്റെ ആവും. അവിടെ എത്തിയിട്ട് വിളിച്ചോ അനുചേച്ചി? വിളിച്ചാ നിന്നോട് പറയത്തില്ലേ? വിളിച്ചില്ല. എത്തിയൊന്ന് സെറ്റിലായിട്ടേ വിളിക്കൂ. അമ്മയും അച്ഛനെയും വിളിച്ചു കാണും. നിങ്ങൾ തമ്മിലായിരുന്നു വലിയ അടുപ്പം അല്ലേ? ഉം. ഏറ്റവും കൂടുതൽ വഴക്കും നിങ്ങൾ തമ്മിലാ. പ്രകാശേട്ടനും ഞാനും തമ്മി കാര്യമായ പ്രായ വ്യത്യാസമില്ല. ഏറിയാൽ 2 വയസ്സ് വ്യത്യാസം. ഉം. അഭിരാമിയും പ്രകാശേട്ടനും തമ്മിലും അത്ര വ്യത്യാസമേ ഉള്ളൂ. അന്നപൂർണ ചേച്ചിയുമായി ഞങ്ങൾക്കെല്ലാം നല്ല പ്രായ വ്യത്യാസമുണ്ട്. അഭിചേച്ചിയെ അനുചേച്ചി പേരാണ് വിളിക്കുന്നത്. ഞാൻ പണ്ടേ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ തമ്മിൽ അത്ര അടുപ്പവുമില്ല അല്ലേ? അഭിരാമിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയെന്ന് വിളിക്കും, എന്തെങ്കിലും കാര്യം സാധിക്കേണ്ടപ്പം. അടുപ്പക്കുറവൊന്നുമില്ല. ഞങ്ങൾ 3 പേരുമാണ് കൂട്ട്. അന്നപൂർണ ചേച്ചി ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ്സാണ്. അഭിചേച്ചി കൂടുതൽ കാലവും പഠിത്തത്തിന് വെളിയിലായിരുന്നല്ലോ. ഞാൻ വന്നതിന് ശേഷം ആകെ ഒരു 3 കൊല്ലമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിനക്കാളെ വലിയ പിടിയില്ല. അതൊരാശ്വാസമാണ്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്കൊരൊറ്റ മണിക്കൂർ മതി ആളെ കയ്യിലെടുക്കാൻ. എൻ്റെ ചേച്ചി, ഞാനൊരു പാവമല്ലേ? പണിക്കര് സാറും അമ്മയുമാണ് എൻ്റെ ദൈവങ്ങൾ. അത് കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ. വലിയ സെന്റിമെന്റ്സ് വേണ്ട കുട്ടപ്പായി. ഞങ്ങളൊക്കെ ഉപദൈവങ്ങളാണല്ലോ. ദൈവങ്ങളുടെ അനുഗ്രഹത്തിനായി ഉപദൈവങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ അവിടെ എത്തിക്കലാണല്ലോ നിന്റെ പ്രാർത്ഥന. അത് പിന്നെ എന്നും അമ്മയെ വിളിക്കണം. അപ്പോൾ അന്നന്നത്തെ വിശേഷങ്ങൾ അമ്മ ചോദിക്കും. പറയാതെ പറ്റുമോ? ഞാൻ സത്യം മാത്രം പറയും. ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ അനിയാ, അഭിരാമി എപ്പോൾ പുറത്തോട്ട് വരും? ഇവിടുത്തെ ഏറ്റവും വലിയ നല്ല മുറി നീ അവൾക്ക് കൊടുത്തു അല്ലേ? വിശാലമായ മുറികളിൽ കഴിയുന്നവർക്ക് പൊതുവെ കാഴ്ചപ്പാട് വിശാലമാകും എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതാണ് ആ മുറി കൊടുത്തത്. മനസ്സൊന്ന് വിശാലമായിക്കോട്ടെ. കാത്തിരുന്ന് കാണാം. എന്തായാലും അനാമികയും പ്രകാശമല്ല അഭിരാമി. അതോർത്താൽ നല്ലത്. അഭിരാമിമാട് ഇന്നലെ എത്തിയല്ലേ കുട്ടപ്പായി? രാവിലെ വന്ന് കാണണമെന്ന് പണിക്കര് സാറ് വിളിച്ചു പറഞ്ഞിരുന്നു. ആ, ഫാദർ ഇരിക്കെ. ചേച്ചി തയ്യാറാവുന്നു, ഉടനെ വരും. ഇന്ന് തന്നെ ചാർജ് എടുക്കും എന്നാണ് തോന്നുന്നത്. അനാമിക ചേച്ചിയുമായി കാര്യമായി എന്തൊക്കെയോ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അത് വേണമല്ലോ. ഈ സൊസൈറ്റിയുടെ കീഴിൽ ഏതാണ്ട് 10ഓളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയല്ലേ? എല്ലാം വലിയ സംരംഭങ്ങൾ. ഈ നാടിൻ്റെ അഭിവൃദ്ധി തന്നെ ഈ സൊസൈറ്റിയെ ആശ്രയിച്ചല്ലേ? പണിക്കര് സാറ് പറയാറുള്ളത് ഈ സൊസൈറ്റി താനേ വളർന്നു എന്നാണ്. അത്ര വിപുലമാക്കാൻ പരിപാടി ഉണ്ടായിരുന്നില്ല സാറിന്. പലതും അങ്ങനെയാണ് കുട്ടപ്പായി. നന്മയുടെ വൃക്ഷമല്ലേ, വളരട്ടെ. അതിനു പറ്റിയ ഭരണാധികാരികൾ വരണം. അഭിചേച്ചി അതിന് പറ്റിയ ആളാണ്. പറഞ്ഞു കേട്ടത് സകലതും ഓടി നടന്ന് നോക്കിക്കൊള്ളുമെന്നാണ്. അന്നപൂർണയെപ്പോലെ കർക്കശക്കാരിയാണോ? അന്നപൂർണ നന്മയുള്ള കർക്കശക്കാരിയായിരുന്നു. ഇതിപ്പം ഒന്നും പറയാൻ വയ്യ. എനിക്കാകെ 3 കൊല്ലത്തെ അടുപ്പമേ ഉള്ളൂ. സ്നേഹമാണ്, പക്ഷേ ഒരു പിടി തരില്ല. ഓ, കൗണ്ടറും ബേബി ടീച്ചറും വരുന്നുണ്ട് കേട്ടോ. വരൂ രണ്ടാളും. നമസ്കാരം. വണക്കം ഫാദർ. നമസ്കാരം ഫാദർ. ആ, നിങ്ങളൊക്കെ ഇരിക്കേ. അഭിരാമി ചേച്ചി ഉടനെ വരും. ചായ ഇടാൻ കത്രീന ചേട്ടത്തിയോട് പറയട്ടെ. 10 മണിക്ക് എത്തണമെന്നാണ് എന്നോട് പണിക്കര് സാറ് പറഞ്ഞത്. 10 മണിയാവുന്നു. എല്ലാവർക്കും നമസ്കാരം. ഫാദറിനെ മാത്രമേ അറിയാതെയുള്ളൂ. കൗണ്ടറെ ബാംഗ്ലൂരിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. ബേബി, നിനക്കൊരു മാറ്റമില്ലല്ലോ. പണിക്കര് സാർ എന്നോട് മാഡത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ 1ാം റാങ്ക് വാങ്ങിയ ആളാണെന്നാണ് പറഞ്ഞത്. പണ്ടേ പഠിക്കാൻ നല്ല മിടുക്കിയാണ്. പഠിച്ചതെല്ലാം വിദേശത്താണ് അല്ലേ അഭി? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. പഠിത്തവர்கள் மேல் நான் ரொம்ப மரியாதை வச்சிருக்கேன் மேடம். പറഞ്ഞു പറഞ്ഞ് എന്നെ മഹതിയാക്കുമോ എല്ലാവരും കൂടി? അല്ല, വീട്ടിലാർക്കാ പഠിപ്പില്ലാത്തത്? അനാമികയ്ക്ക് 2 പോസ്റ്റ് ഗ്രാജുവേഷനുണ്ട്.
അന്നപൂർണ ചേച്ചിയും MA ഇംഗ്ലീഷാണ്. പിന്നെ പ്രകാശൻ ഇല്ലാത്ത ഡിഗ്രി ഇല്ല. പിന്നെ എന്താ? പണിക്കർ സാർ ഭാഗ്യവാനാണ്. മക്കൾ വിദ്യാസമ്പന്നരാവുന്നതിലും വലിയ നേട്ടം രക്ഷിതാക്കൾക്കില്ല. ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് തന്നെ ചാർജ് എടുക്കുന്നുണ്ടോ? ഇറങ്ങി വരവ് കണ്ടിട്ട് ഇന്ന് തന്നെ ചാർജ് എടുക്കുമെന്നാണ് തോന്നുന്നത്. മുഹൂർത്തവും മറ്റും പാർക്ക വേണ്ടമ്മ മാഡം, അത് താനേ നല്ലത്. ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ മാത്രം സമയം നോക്കിയാൽ മതിയെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നല്ല മുഹൂർത്തം. അതൊരു നല്ല ചിന്തയാണ്. നേരെ ഓഫീസിലേക്ക് പോവുകയാണോ? കുട്ടപ്പായി വണ്ടി എടുക്കാൻ പോയതാണോ? ഞാനും വരാം അഭി കൂടെ. നമ്മ എല്ലാ പേരും വരുവോ, സംഗതിയെ കൊണ്ടാട വേണ്ടമ്മ. അതെ, നിങ്ങളെല്ലാം വേണം കൂടെ. ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും. പിന്നെ ഞാൻ കാർ എടുക്കുന്നില്ല, നടന്നാണ് പോകുന്നത്. എനിക്ക് ഈ നാടൊക്കെ ഒന്ന് കാണണം. നാടിന് കാര്യമായ മാറ്റമൊന്നും ഇല്ല അഭി. പുതിയ ചില കെട്ടിടങ്ങൾ വന്നു, ചില കടകൾ പുതുതായി തുടങ്ങി. മാഡം വന്നുവെന്ന് എല്ലാവരും ഒന്ന് അറിയുകയും ചെയ്യും. അതും വേണ്ടതു തന്നെ. അപ്പോൾ ഇറങ്ങലാമ്മ മാഡം, ഇതൊരു നല്ല തുടക്കமாக ഇരിക്കട്ടുമേ. ആയിക്കോട്ടെ. ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ PA ബിജു, M ശിവകുമാർ, റൂബി ബാബു, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.